പിന്നെ ഗോപാലിന് ഇല്ലാത്ത ഒരു എന്താണെന്നറിയാമോ? എന്താണെന്ന് തോന്നുന്നു ഗോപാലിന്? പാൻസ്. അതല്ല, മീശ. ഭാവം അതാണ് കുറവ്. കാര്യം അത് എന്താണെന്നറിയാമോ? അതെന്തോ ഇങ്ങനെ എന്താണ് പറയണ്ടേ, ഒരു PVC പൈപ്പിനകത്തൂടെ ആ പാട്ട് വിട്ട് ഇപ്പുറത്തൂടെ എടുത്തതുപോലുണ്ട്. അതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു വികാരം തോന്നുന്നില്ല. അതിൻ്റെ അതിന് വേണ്ട ഒരു എക്സ്പ്രഷൻ, ഒരു ഡൈനാമിക്സ് അതൊന്നുമില്ല. മോനങ്ങ് പ്ലെയിനായിട്ട് പാടി അങ്ങ് തീർത്ത്. അപ്പോൾ ഗോപാൽ അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് ഒന്ന് പണിയുണ്ട്. നമുക്ക് പാടി കേട്ടിട്ട് അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നിയാൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ ഗോപാൽ നിറയെ അങ്ങ് എഴുതാൻ കാണുമായിരുന്നു. മഷി കുറച്ചേ പോയുള്ളൂ കേട്ടോ. അതിപ്പോൾ ഗോപാല് സത്യത്തിൽ ഈ ഒരു ശ്രുതിയുടെ കാര്യത്തിൽ മോന് കുറച്ച് പുരോഗമനമുണ്ട്. ഫീലിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശരിയാകണം കേട്ടോ മോനെ. 24 മാർക്സ്. 24. ശ്രീയേട്ടാ നന്നായിരുന്നു. കാരണം നല്ല ഇമ്പ്രൂവ്മെന്റ് കൊള്ളാം. കാരണം എനിക്ക് തോന്നുന്നു ഗോപാലിന് കൂടുതൽ വഴങ്ങുന്ന ഹിന്ദിയാണല്ലേ. അതുകൊണ്ടായിരിക്കും ഈ പ്രൊനൗൺസിയേഷനിലൊക്കെ ഒരു ഹിന്ദിയുടെ ടച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. അതിന്റെ കളർ വരും നാച്ചുറലി. കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടൊരു സ്ഥലത്തിരിക്കുകയല്ലേ. അപ്പൊ ചിലപ്പോ ഇതുപോലെ തന്നെ ഈ തമിഴ്നാട്ടില് ഉള്ള മലയാളികൾ 2 എന്നുള്ളതിന് 2 എന്നൊന്നും അറിയാതെ ഒരുപാട് പേര് പാടുന്നവരുണ്ട്. പക്ഷെ അത് നാച്ചുറലാണ്. കപോളം എന്നൊന്നും വരത്തില്ല, അത് കുറച്ച് കൂടിപ്പോയി. അത് കപോലം എന്നുള്ളതായിരുന്നു. അത് കേട്ട് തെറ്റി. എങ്ങനെ എന്ത് പറ്റി? പറയാൻ ആഗ്രഹിച്ചത് ഓളം. ശരി, ഓക്കെ. പിന്നെ ഈ ശരത്ത് പറഞ്ഞ പോലെ ഭാവം അത് ഭയങ്കരമായിട്ട് കൊണ്ടുവരണം. എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓരോ പോയിന്റും കുറച്ചുകൂടെ ഇമോഷൻസ് ഒന്ന് കൊണ്ടുവരണം, ഒന്ന് ശുദ്ധി. പ്രണയഗീതകമോ ഗീതക ആ കറസൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പാടിക്കേ. പ്രണയഗീതകമോ അങ്ങനല്ലേ, ഗീതകമോ പ്രണയഗീതകമോ. ഇത് കുറച്ച് പിടിച്ചു പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നിൻരാഗഭാവം, ഗാനമേ നിൻരാഗഭാവം, ആ രാഗത്തിനൊക്കെ ഒരു എക്സ്പ്രഷൻ വരണം. പിന്നെ ഓമനേ നിന്ദാനനീനിൽ അത് പോയി. പിന്നെ ഇത് തന്നെ ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ സംഗതി പാടിയപ്പോഴത്തേക്ക് ഒന്നേ അത് പെർഫെക്റ്റ് ആയിട്ട് പാടണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ടായി. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. കാരണം നിങ്ങളൊക്കെ ഒരുപാട് ഫാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും ഒരു ഗോപാലകൃഷ്ണനായിട്ട് നിൽക്കുന്ന കാണാൻ ഇടയാവട്ടെ ഗുരുവായൂരപ്പ. 25. ചിത്ര ചേച്ചി, എനിക്ക് തോന്നിയത് ഗോപാൽ ഇതുവരെ പാടിയതിൽ ഏറ്റവും നന്നായിട്ട് പാടിയ പാട്ട് ഇതെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ജയേട്ടനെ ഭാവഗായകൻ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പാടുന്നതിനകത്ത് അത്ര ഭാവം ഉണ്ടെന്നാണ്. അപ്പോൾ അത് ഇന്ന് കുറച്ച് മിസ്സിങ് ആയിരുന്നു ഗോപാൽ പാടിയതിനകത്ത്. പിന്നെ രതിയോ രംഗസോപാനമോ ഓമലേ നിന്മന്ദഹാസം, അവിടെയൊക്കെ പിച്ചിങ്. കുങ്കുമമണിയും ലോല കപോലം അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാവ്യശിലയോ അവസാനം ഒരു സംഗതി പാടിയില്ലേ, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? ലാസ്റ്റ് പല്ലി പാടുന്നുണ്ടോ? ശരി ശരി, ഓക്കെ. എനിക്കത് സംശയം തോന്നി. ശരി, അതിനകത്ത് ആ ഒഴുകി വരുന്നതിന് പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് പല്ലവിയിൽ അങ്ങനെ പാടിയായിരുന്നല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് ഇത്രയൊക്കെയാണ് തോന്നിയത്. ഞാൻ ഗോപാലിന് കുറച്ചും കൂടെ നന്നാക്കാനുണ്ട്. ഗോപാൽ കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. പക്ഷെ എന്നാലും എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാവുന്നുണ്ട് കേട്ടോ. 24 മാർക്സ്. 24. Shriyata out of 10. 6 out of 10. 73 plus 6, 79. 79 മാർക്സ് ആണ് ഗോപാലിന്റെ മലയാളം മെഗാ ഹിറ്റ്സ് റൗണ്ടിൽ. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് വേണ്ടി SMS ചെയ്യണം. എനിക്ക് എൻ്റെ SMS ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് ഗോപാൽ, GOPAL. मेरी जान मैं तेरे कुर्बान, अरे मैं तेरा तू मेरी जान सारा हिंदुस्तान. मलर्गले मलर्गले इदु एन्न कनवा
மலைகளே மலைகளே இது என்ன நினைவா आली मदद आली याली मरी जाए जिंदगी ജോബിഞ്ഞോ വെരി ഗുഡ്, നന്നായിരുന്നു സാർ. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്, കാരണം വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഫാന്റാസ്റ്റിക്.